അത് 8-ാം തീയതി ഞായറാഴ്ച നമ്മൾ ലോഞ്ച് ചെയ്തു. സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിൽ ഇത് പരീക്ഷാകാലമാണെന്ന് നമുക്കറിയാം. പരീക്ഷാകാലത്ത് അതുപോലെ തന്നെ പല പ്രഖ്യാപന കാലത്തും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒക്കെ വളരെയധികം ആശങ്കയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതിനെ അവരുടെ ആ പിരിമുറുക്കത്തിൽ ഒരു ആശ്വാസമാകാൻ, തണലാകുവാനായിട്ട് PCTA സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് പുനർജനി എന്നുള്ളതാണ്. മിക്കവാറും അവബോധമില്ലായ്മയും തെറ്റിദ്ധാരണകളും അടിസ്ഥാനമില്ലാത്ത ആശങ്കകളുമാണ് ഉണ്ടാകുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ PCTA എന്ന ഈ സംഘടനയ്ക്ക് ആ മേഖലയിൽ അവർക്കൊരു തണലാകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും നെറ്റ്വർക്കോട് കൂടി ഫ്രീ ടെലിഫോൺ കൗൺസിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സമയങ്ങളിൽ പരീക്ഷാകാലത്തും പരീക്ഷാഫല പ്രഖ്യാപന കാലത്തും നമുക്ക് അവർക്കൊരാശ്വാസമായി മാറാം. ഇന്ന് ഉറവിൽ വിജയരാമൻ സാർ കുത്തുന്ന തേളുകളെ കുറിച്ച് സെഷൻ ചെയ്യുന്നു. ഇവിടെ കുത്തുന്ന തേളുകളുണ്ടോ, അല്ലെങ്കിൽ കുത്തുന്ന തേളുകളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുക. വിജയരാമൻ സാറ് പ്രത്യേക പ്രാവീണ്യമുള്ള ആളാണ്. സൈക്കോളജി വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നല്ലൊരു കൗൺസിലറാണ്. അപ്പോൾ തേളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുമായിരിക്കാം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യം അധ്യക്ഷൻ മറ്റാരുമല്ല, PCTA ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജോൺ ബേബി സാറാണ്. ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. PCTA സംസ്ഥാന അധ്യക്ഷൻ സന്നിഹിതനാണ്. PCTA നയിക്കുന്ന സാർ തിരക്കിനിടയിലും എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമാണ്. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഉറവിൽ അദ്ദേഹം സംബന്ധിക്കുന്നതിൽ. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ PV ജോസഫ് സാറിനെയാണ്. ഉറവ് ഉൾപ്പെടെ എറണാകുളത്തിൻ്റെ മിക്കവാറും എല്ലാ പരിപാടികളുടെയും ചുക്കാൻ അദ്ദേഹം പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാവ്, അതുപോലെ തന്നെ റിസോഴ്സ് പേഴ്സൺ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് എനിക്ക് തോന്നുന്ന ഫ്ലയർ പോലും ഉണ്ടാക്കി. അതുപോലെ ഓരോ പരിപാടി നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കൃത്യമായിട്ട് ഇൻഫർമേഷൻ എല്ലായിടത്തും എത്തിയിരിക്കും. അതൊക്കെ നമ്മളെ ഒരു മാതൃകാപരമായ പ്രവർത്തനം അദ്ദേഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഒക്കെ ആയിട്ടുള്ള ജോസഫ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ PCTA എറണാകുളം ചാപ്റ്ററിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ക്ലാസ് അദ്ദേഹം നയിക്കുന്നു. ക്ലാസ് ഒത്തിരി ഉപകരിക്കുമെന്ന് തീർച്ചയാണ്. വിജയരാമൻ സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രീ ദുർഗാ പ്രസാദ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത രേഖപ്പെടുത്താനായിട്ട് ഉള്ളത് PCTA ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള പോൾ പടയാട്ടി സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ PCTA സംസ്ഥാന ജില്ലാ ഘടകങ്ങളിലെ നേതാക്കളുണ്ട്, അംഗങ്ങളുണ്ട്, വിശിഷ്ട വ്യക്തികളൊക്കെ സന്നിഹിതരായിട്ടുണ്ട്. ഡോക്ടർ കൊച്ചി തെരേസ്യ മാഡം ഉൾപ്പെടെ, അഡ്വക്കേറ്റ് വിൻസെന്റ് സാർ ഉൾപ്പെടെ ഉള്ള, ഇപ്പോൾ എല്ലാവരും ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, ഡോക്ടർ അലക്സാണ്ടറിനെ കാണുന്നുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി പരിപാടികളുള്ള ദിവസങ്ങളാണ് എന്നറിയാം. എങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഉറവിൽ സംബന്ധിക്കാനെത്തിയ എല്ലാ സുമനസ്സുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now it is my privilege to invite Mr. John Baby, sir, President of PCTA Ernakulam District, to deliver the presidential address. Sir, please. Thank you, Jido Madam. Thanks, sir. Respected Dr. Manohar sir, our state president, Dr. Joseph sir, our all in all, സെക്രട്ടറിയും ഇന്നത്തെ സ്പീക്കറുമായ വിജയരാമൻ sir, our Paul Pradati sir, who support me and takes care of every requirement of our Ernakulam chapter, and Tagasim madam, John Joseph sir, MC Jido madam, and other dignitaries present here and all members. കുത്തുന്ന തേളുകളും
കലങ്ങുന്ന കുടുംബങ്ങളും എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഫാമിലി. ഇന്ന് നമ്മൾ എല്ലായിടത്തും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും കുട്ടികളെ നന്നാക്കുവാനും വേണ്ടി അതീവ പരിശ്രമം നടത്തുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുതൽ എല്ലാ മതസ്ഥാപനങ്ങളും കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ്സുകളും കുട്ടികളെ നന്നാക്കാൻ വേണ്ടി പ്രത്യേകം പരിപാടികൾ നടത്തുന്നുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ പ്രശ്നം കുട്ടികളിലല്ല, മാതാപിതാക്കളിലാണ്. Unhappy couples make unhappy homes, and unhappy homes make unhappy children. Unhappy children grows to emotionally immature and mentally unstable adults. And those adults create a society which is no good for living. നമ്മൾ മുമ്പിൽ കാണുന്ന അതിക്രമങ്ങളും അന്യായങ്ങളും ടീൻ മരണങ്ങളും ടീൻ ആത്മഹത്യകളും സെക്ഷൽ ഹരാസ്മെന്റും പോസ്കോ കേസുകളും നമ്മൾ അന്വേഷിച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ ഇതിൽ വരുന്നതും ഇതിൽ മെമ്പേഴ്സ് ആയിരിക്കുന്നത്, ചേർന്നിരിക്കുന്നവർ, ഇതിലെ പ്രതികളായിരിക്കുന്നവർ, അതുപോലെ ഇതുപോലെ കുറ്റം മറ്റു കൃത്യങ്ങളെ സഹായിക്കുന്നവർ എല്ലാവരും വരുന്ന കുടുംബം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, majority cases will be unhappy homes. Unhappy couples make unhappy homes. Majority of the couples are unhappy. 1 in 3 marriages, 3-1 കല്യാണം വെച്ച് കേരളത്തിൽ ഡൈവോഴ്സിലേക്ക് പോകുന്നു. അതും പണ്ടൊക്കെ പറയാവുന്ന 7 year ഇച്ച്, 1960s ഇറ്റ് 7 year ഇച്ച്, 7 year കഴിഞ്ഞിട്ടായിരിക്കും. ആ 7 year കഴിഞ്ഞു കൂട്ടിയാൽ കുറച്ച് കണ്ടിന്യൂ ചെയ്യാനും മാരീഡ് ലൈഫ്. ഇപ്പം അതൊന്നുമല്ല. കല്യാണം കഴിച്ചാൽ വിത്തിൻ 1 year. മജോറിറ്റി ഓഫ് ദ ഡൈവോഴ്സസ് ആർ വിത്തിൻ 1 year. ഇതൊക്കെ എവിടേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. The institution of marriage itself is collapsing. വിവാഹം അല്ലെങ്കിൽ മാരീഡ് എന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ട്രെയിനേഴ്സും കൗൺസിലേഴ്സും വേണ്ടത് ഈ മാതാപിതാക്കളെ, ഈ അൺഹാപ്പി കപ്പിൾസിനെ എങ്ങനെ ഒരു ഹാപ്പി കപ്പിൾസ് ആക്കാം, എങ്ങനെ അവരെ കൊണ്ടൊരു ഹാപ്പി ഹോംസ് ഉണ്ടാക്കാൻ, അതിനുള്ള ട്രെയിനിങ് ആണ് വേണ്ടത്. നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതും കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത് പണ്ട് പറയാറുണ്ടായിരുന്നു, എന്താ, പൂവിൽ കതിരിൽ കൊണ്ടി വളം വയ്ക്കുക, അതിന് തുല്യമാണ്. വളം ചെയ്യേണ്ടത് നെൽച്ചെടികൾ വളരുമ്പോഴാണ്, അല്ലാതെ കതിരായതിനു ശേഷമല്ല. കതിരിൽ വളം വെച്ചാൽ ഒരു പ്രയോജനവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ സംഹരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, sir. Now, to introduce our esteemed speaker of the day, I invite Mr. Durga Prasad sir, Executive Member of PCTA Ernakulam. Sir, kindly introduce the speaker. Thank you, madam. Thank you, madam. Thanks, sir. പ്ലാറ്റ്ഫോമിലെ സ്റ്റേറ്റ് ജില്ലാ ഭാരവാഹികളെ ഞാൻ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയുന്നില്ല, എങ്കിലും ഇന്നത്തെ നമ്മുടെ പ്രഭാഷകനായ വിജയരാമൻ സാറ്, പിന്നെ ജോൺ ബേബി സാറ്, ജോസഫ് ജോൺ സാറ്, പടയാട്ടി സാറ്, അങ്ങനെ ഒരു നീണ്ട നിര, പ്രൊഫസർ ജോസഫ്, ഡിഡോ അലക്സ് മാഡം, അങ്ങനെ ഒരുപാട് നീണ്ട നിരകൾ നമ്മുടെ മുന്നിൽ കാണുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ സായം സന്ധ്യ മനോഹരമാക്കാനായിട്ട് നമ്മുടെ വിജയരാമൻ സാറ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ PCTയുടെ 121ാം രഥയാത്ര എന്ന് വേണേൽ പറയാൻ. അത് മനോഹരമാക്കാനായിട്ട് അദ്ദേഹം എങ്ങനെ തേളുകളിൽ നിന്ന് നമുക്ക് ആ കുത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന വിഷയത്തെക്കുറിച്ച് മനോഹരമായ രീതിയിൽ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് അറിവുകൾ നൽകാനായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ സായം സന്ധ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതാം.
ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം 8 മണിക്ക് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം തീർക്കുന്നില്ല. ഒരു ദിവസം തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അത്ര വിശേഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എനിക്ക്. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. മനഃശാസ്ത്ര രംഗത്തെ 2 PG ഡിപ്ലോമ, ICTIയിലെ നിന്ന് TA, കൂടാതെ ദീർഘകാലം പെട്രോ കെമിക്കൽസിലെ വിദേശത്തും സ്വദേശത്തുമായിട്ട് ഉള്ള തൻ്റെ സേവനം, ഇതൊക്കെ അദ്ദേഹം പൊതുരംഗത്ത് ഇപ്പോഴും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണേൽ പറയാം. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ലൈഫ് മെമ്പറാണ് KCIF, കൊച്ചി ആക്ഷൻ ഫോഴ്സ്. അതായത് റോഡ് അപകടങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അധികം പേരും എറണാകുളത്തുള്ളവരായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ കമ്മ്യൂണിക്കേറ്റർ. അതിലും ഉപരിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെങ്ങാതി. ഒരു പക്ഷേ എല്ലാവരും കേട്ട് കാണും, പരീക്ഷാക്കാലമാണ്. എനിക്ക് മുമ്പ് നമ്മുടെ ജോസഫ് ജോൺ സാറ് അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഇപ്പം കൗമാരക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ആത്മഹത്യ പ്രവണത എങ്ങനെ തടയാം, അതിൻ്റെ കോർഡിനേറ്ററാണ് അദ്ദേഹം. അങ്ങനെ വിവിധ നിലകളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യ സ്നേഹി. ഇപ്പം നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, PCTA ജില്ലാ സെക്രട്ടറി, ഒരു കൗൺസിലിങ്ങും ട്രെയിനിങ്ങും തൻ്റെ സഖിയായിട്ട് കരുതുന്ന അദ്ദേഹത്തെ നമുക്ക് ഇവിടെ ലഭിച്ചത് ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം എടുക്കുന്ന ഇന്നത്തെ സബ്ജക്റ്റ് കുത്തുന്ന തേളും കലങ്ങുന്ന കുടുംബങ്ങളും, അതൊരു ഫാമിലി തെറാപ്പി കൗൺസിലിംഗ് അപ്രോച്ച് ആണെന്ന് ഞാൻ കരുതുന്നു. അത് ഫലപ്രദമായിട്ട് നമുക്ക് അദ്ദേഹം എടുത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു ഡിഡോ അലക്സ്. Thank you for the wonderful introduction, sir. Now, ladies and gentlemen, it is time for the much awaited session. With great pleasure and respect, I invite Sri A.O. Vijayaraman sir to deliver his talk on Kuttunna Thelugalum Kalangunna Kudumbangalum, a family therapy approach. കുടുംബങ്ങളിലുള്ള തേളുകളെ പിടിക്കാൻ പോവുകയാണോ, വിഷം ഇറക്കാൻ പോവുകയാണോ, കൊല്ലാൻ പോവുകയാണോ, അതോ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ പോവുകയാണോ എന്നുള്ളതെല്ലാം നമുക്ക് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാം. താങ്ക് യു സർ. നൗ ദ വെർച്വൽ സ്റ്റേജ് ഇസ് യുവേഴ്സ്. താങ്ക് യു ഡിഡോ മാം. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷന്, എല്ലാത്തിനും നന്ദി. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഞാനൊരു ചെറിയൊരു അസൈൻമെന്റ് തരട്ടെ. എല്ലാവരും ചാറ്റ് ബോക്സിൽ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ വളരെ വ്യക്തമായിട്ട് അറിയുമെങ്കിൽ ഒന്ന് വായിന്നിടാവോ? വളരെ വ്യക്തമായിട്ട് പഠിക്കണം, അറിയണം എങ്കിൽ മാത്രമായിട്ട് വായിന്നിട്ടാൽ മതി. അല്ലെങ്കിൽ നോ ഇട്ടാലും കുഴപ്പമില്ല. ഒരു വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്, അറിയില്ല. ദുർഗാപ്രസാദ് സാർ പറഞ്ഞു യെസ്. ഓക്കെ, ഇനി ആരൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിയുന്നവര്? വ്യക്തമായിട്ട് അറിയണം കേട്ടോ. എനിക്ക് മാത്രം, അല്ലാതെ കേട്ടാൽ മാത്രം പോരാ, നന്നായിട്ട് അറിയണം. ഓക്കെ, ദുർഗാപ്രസാദ് സാർ മാത്രമേ ഇടുന്നുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തൊരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ. റിലേഷൻഷിപ്പിലുള്ള ട്രയാങ്കുലേഷനെ കുറിച്ച് കേട്ടിട്ടുള്ളവരും അതിനെക്കുറിച്ച് അറിയുന്നവരും ജസ്റ്റ് ഒരു അറിയുമെങ്കിൽ വായിന്നെഴുതും. യെസ് എഴുതാം. ട്രയാങ്കുലേഷൻ ഇൻ റിലേഷൻഷിപ്സ്, ഇതാണ് അറിയേണ്ടത്. അറിയുമെങ്കിൽ യെസ് വായിന്നിടും. ഓക്കെ, അപ്പോ അറിയില്ലെന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ എന്നെ കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവ കഥ പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങട്ടെ. അതായത് ഞാൻ ബോംബെയില് BRCയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട ക്വാർട്ടേഴ്സിൽ എൻ്റെ അയൽത്തുള്ള ഫ്ലാറ്റില് എൻ്റെ ഒരു സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കൺമുന്നിലാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് നല്ലൊരു പെൺകുട്ടി, നല്ല കുലീന ആയതും വിദ്യാഭ്യാസം ഉള്ളതും നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നു. അപ്പോ വളരെ നല്ല അട്രാക്റ്റീവ്. ശ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഇവളുടെ പേര് സുധ എന്നാണ്.
ശ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്യാം വളരെയധികം നല്ലൊരു കരിഷ്മയുള്ള ഒരാളാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാ രംഗത്തും തിളങ്ങുന്നതുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഇവര് തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് മാതൃകാപരമായിട്ട് മുന്നോട്ട് പോയി. എന്റെ വീട്ടിലെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അയലത്തെ അദ്ദേഹം എന്ന സിനിമയില്ലേ, അതുപോലെയൊക്കെ രീതിയിൽ എന്റെ കുടുംബത്തിൽ നിന്നൊക്കെ കമന്റ് വരാൻ തുടങ്ങി. ഇങ്ങനെ കുറെ മുന്നോട്ട് പോയപ്പോ ഈ പിന്നീട് ഇവര് തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി. അപ്പോ അറിഞ്ഞത് സുധയിൽ നിന്നാണ്. സുധ പറഞ്ഞ് തുടക്കത്തിലൊക്കെ നല്ല സ്നേഹമായിരുന്നു എന്നോട്, പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വന്നു. അപ്പൊ അത് അങ്ങനെ എന്തൊക്കെയോ സ്വരച്ചേർച്ചയില്ലായി വന്നു. അപ്പൊ ഞാൻ എന്റെ സുഹൃത്താണ്, ഞാൻ അവനോട് ചോദിച്ചു, ശ്യാമിനോട് ശ്യാമ എന്താ സംഭവിച്ചത്? അപ്പൊ അവൻ പറഞ്ഞു, ആദ്യം തുടക്കത്തിലുള്ള സ്നേഹം അവൾക്ക് കുറഞ്ഞു എന്നോട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ അവളുടെ കുറച്ചും കൂടി ശ്രദ്ധയും കുറച്ച് അംഗീകാരമൊക്കെ അവളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റേതായുള്ള ചില കാര്യങ്ങള്, ചില ടാക്ടിക്സുകൾ എടുത്താണ്. അത് അങ്ങനെയൊക്കെ വേണം, അങ്ങനെ പെണ്ണുങ്ങളെ നമ്മൾ കൈപ്പടിയിൽ ഒതുക്കണം, അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം നന്നാവണം. അപ്പൊ അവൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് ശ്യാമ എന്നുള്ളതാണ്. അവൻ ശ്യാമയെ കുറിച്ച് പുകഴ്ത്തി പറയും ഇവളുടെ അടുത്ത്. ശ്യാമയുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ വർണ്ണിക്കും. ഒരുപാട് സ്നേഹമുള്ളവരാണ് ഉള്ളവളാണ് അവൾ, ഒരുപാട് അവളെ സഹായിക്കുന്നു, ഓഫീസിൽ എല്ലാവർക്കും വലിയ കാര്യമാണ്. പിന്നെ ഇത്തരത്തിൽ വളരെ പുകഴ്ത്തി പറയുന്നു ശ്യാമയെ കുറിച്ച്. അപ്പോ ഇതിങ്ങനെ കുറെ കയറിയപ്പോ ഈ സുധയ്ക്ക് വലിയ താല്പര്യം തോന്നിയില്ല, ദേഷ്യം തോന്നുന്നു. അപ്പോ പിന്നെ ഇവൻ അതിന് ആദ്യം മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇത് വളരെ അറിയാമല്ലോ അല്ലെ, അങ്ങനെ വേറൊരു സ്ത്രീനെ പുകഴ്ത്തി പറയുമ്പോ ഭാര്യയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. അപ്പൊ കുറച്ച് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ ശ്യാമിന്റെ സ്വഭാവം മാറി. ശ്യാം പറഞ്ഞു, നീ ഒരു സംശയ രോഗിയാണ്, നിനക്ക് ആവശ്യമില്ലാത്ത നല്ല സ്ത്രീകളെ സംശയിക്കരുത് നീ. അത് എനിക്ക് പിന്നെ അവളെ വളരെ അസൂയക്കാരിയാണ്, നിനക്ക് അവരുടെ നല്ല ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല, അതൊരു കൺട്രിയാണ്, നിനക്കൊരു അതാണല്ലോ അവൾക്ക് ജോലി, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ജോലിയില്ല, നാട്ടിൻപുറത്തുകാരിയാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് നിനക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അവളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പോ പക്ഷെ ഇത് ഇങ്ങനെ പറയുന്ന അവസ്ഥയിൽ തന്നെ ഇവന്റെ രഹസ്യ അജണ്ട ഇതായിരുന്നു. അതായത് ഈ ശ്യാമയായിട്ട് വലിയ സ്നേഹബന്ധവും പ്രേമബന്ധമൊന്നും ഇവനില്ല. പക്ഷെ ശ്യാമയുടെ പേര് പറഞ്ഞിട്ട് ഇവളെ താഴ്ത്തി കെട്ടണം. ഇവളെ താഴ്ത്തി കെട്ടിയിട്ട് എന്ത് വേണം, ഇവന്റെ കൺട്രോളിലാക്കണം. അതവൻ എന്നോട് പറഞ്ഞു വേണം അവൻ. ഓക്കെ. പിന്നെ ഇത് ഇപ്പൊ അവൻ പല മെത്തേഡുകളിൽ രഹസ്യ അജണ്ടയായിട്ട് ചെയ്തു. എന്താ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവളുടെ ശ്യാമയുടെ ടവലില് ശ്യാമ എന്ന എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടവൽ എടുത്തിട്ട് ഇവന്റെ പോക്കറ്റിൽ വെച്ച് ആ ഷർട്ട് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച്. അപ്പൊ വാഷ് ചെയ്യുന്ന സമയത്ത് ഇവള് കണ്ടത്. അപ്പൊ ഇവൾക്കത് കാര്യങ്ങൾ മുന്നോട്ട് വളരെ മോശമായിട്ട് പോവാന്ന് മനസ്സിലായി. അപ്പൊ ഇനിയും വെറുതെ ഇരുന്നാൽ പറ്റില്ല എന്നും പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ട് സംസാരിച്ചു ഇവന്റെ അടുത്ത്, ശ്യാമിന്റെ അടുത്ത്. അപ്പൊ ഇവൻ പറഞ്ഞു, ജസ്റ്റ് ഒരു ചങ്ങാതി മാത്രം, എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, എനിക്ക് യാതൊരു, നീ ഇത്രയധികം കാര്യമാക്കേണ്ട ഒരു കാര്യമില്ലാത്ത ഒരു വിഷയമാണ് അതെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഇത് ഇങ്ങനെ കുറെ മുന്നോട്ട് പോയപ്പോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് വല്ലാതെ ഇവനെ പിന്തുടരാൻ തുടങ്ങി, സുധ. അതായത് ഇവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ഇവനെ സ്നേഹം കാണിക്കാൻ തുടങ്ങി. അവന് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, നല്ല വൈഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പല രീതിയിൽ ഇവനെ സാധിക്കുക. ഇത് തന്നെയാണ് ഈ കാര്യം ഇവളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാരും പറഞ്ഞ, അവന് സ്നേഹം കൊണ്ട് കീഴടക്കാനേ പറ്റില്ല, ആണുങ്ങളായ എങ്ങനെയൊക്കെ കുറെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. അപ്പോ ഇത് തന്നെയാണ് ഇവനും പ്രതീക്ഷിച്ചത്, ഇതിനു വേണ്ടിയാണ് അവൻ ചെയ്തത്. പക്ഷെ ശ്യാം തുടർച്ചയായിട്ട്, ശ്യാമിന് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഇവൾ അറിയാതെ, സുധ അറിയാതെ ശ്യാമയുടെ അടുത്ത് സുധയുടെ കുറ്റങ്ങളാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. സുധയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളൊരു അസൂയക്കാരിയാണ്, ഇവൾക്ക് വളരെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിന്റെ അഹംഭാവമാണ്, അങ്ങനെയാണ് ഇവൾ എന്നെ വല്ലാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ രീതിയിൽ മോശമായ രീതിയിലാണ് സുധയെക്കുറിച്ച് ശ്യാമയോട് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഇത് വലിയ പ്രശ്നമായി. ഈ എത്രത്തോളം താഴ്ന്നോ സുധ എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം ശ്യാം സുധേനെ ദ്രോഹിക്കാൻ തുടങ്ങി.
അതായത് അവളെ വളരെ മോശമായിട്ട് നിനക്ക് വട്ടാണ്, നീ അസൂയക്കാരിയാണ്, നീ പാരനോയിഡ് അല്ലെ, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് വല്ലാതെ ദ്രോഹിക്കാൻ തുടങ്ങി. ദ്രോഹിച്ച് ആ ദ്രോഹം അവളെ ബാധിച്ചു. അവള് പിന്നെ അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകലായി. എന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങളായി. എന്ത് ചെയ്തു ഇവൻ ഇവളെ വീട്ടിൽ കൊണ്ടാക്കി. തൽക്കാലം വീട്ടിൽ അച്ഛനും അമ്മയായിട്ടും കുറച്ചു കാലം നിൽക്കട്ടെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്യാമയായിട്ടുള്ള ബന്ധം കൂടുതൽ ഓർപ്പിക്കുകയാണ് ചെയ്തത്. ശ്യാമയായിട്ട് ടൂറിന് പോകുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് പക്ഷെ ഇവനെ കുറിച്ച് ഇവള് സുധ നാട്ടുകാർ പലരിടത്തും പറഞ്ഞു നോക്കി. പക്ഷെ ഇവൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് വിശ്വസിക്കാൻ ഈ ഭൂലോകത്ത് ഒരാളുണ്ടായിരുന്നില്ല. ഇവന്റെ വീട്ടില്, അതായത് ഇവളുടെ വീട്ടിലടക്കം ഉള്ള ആൾക്കാർ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇവൻ. അപ്പോ ലോകത്തില് എല്ലാവരിലും നിന്നും ഒറ്റപ്പെട്ടു പോയി ആര്? സുധ. അങ്ങനെ ഒരു മനോരോഗിയായിട്ട് അച്ഛന്റെ വീട്. അപ്പൊ ഇവൻ ചെയ്തത് എങ്ങനെയാണ്? ഇതാണ് കഥ. ഈ കഥയിലെ പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവൻ കൊണ്ടുവന്നു ബോംബെയിലേക്ക് ഇവളായിട്ട് ജീവിച്ചു. ആ സമയത്ത് ശ്യാമയായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു സുധയോടുണ്ടായിരുന്നത്, അതുപോലെ ശ്യാമയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അപ്പോ ഇതൊരു കഥയല്ല, അനുഭവമാണ്. ഈ അനുഭവത്തില് ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നമ്മുടെ ക്ലാസിന്റെ ഉള്ളടക്കം. എന്റെ ഇത് കാണുന്നുണ്ടോ? എന്റെ ഷെയറിങ് കാണുന്നുണ്ടോ? കാണാം. അല്ലേ? അപ്പൊ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മൂന്നാം വ്യക്തി കടന്നു വരുന്നു. നന്നായി ജീവിച്ചിരുന്ന ദാമ്പത്യ ബന്ധം. മൂന്നാമതൊരു വ്യക്തി കടന്നു വരുന്നു അല്ലെ? അതിലെ കഥയല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഒരാളെ ആശയക്കുഴപ്പത്തിന്റെ ആഴക്കടലിലാക്കി സമനില തെറ്റിക്കുന്നു. നമ്മൾ കണ്ടു കഥയിലൂടെ അത് അല്ലെ? ഈ ദാമ്പത്യ ബന്ധങ്ങളിലായാലും പ്രേമ ബന്ധങ്ങളിലായാലും വ്യക്തമായിട്ട് എന്റെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ടാകണം. നമ്മളെല്ലാം തെറ്റ് ചെയ്തിട്ട് പഠിച്ചതല്ലേ ദാമ്പത്യ ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും, അതല്ലേ ഉണ്ടായിട്ടില്ല. നമ്മൾ പരിപൂർണ്ണ ശരി ചെയ്തിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഇത് അയാൾ മൂന്നാമതൊരാൾ വന്നിട്ടുണ്ട്. അതായത് ഇച്ചിരി അധികം, എന്നെക്കാട്ടിൽ ഇച്ചിരി അധികം വ്യക്തിയോട്, ആണിനും ആവാം പെണ്ണിനും ആവാം. ഓക്കെ, ഇനി ഇതാണ് ഞാൻ പറയാൻ വന്ന ടോപ്പിക്, ട്രയാങ്കുലേഷൻ. അതായത് ഒരു ചങ്ങാതിയെ സ്നേഹിക്കുന്ന മറ്റാളെ ഉപയോഗിച്ച് നാടൻ കളിപ്പിച്ച് വീട്ടിലോ ജോലി സ്ഥലത്തും ഇതും സംഭവിക്കാം. എവിടെ വ്യക്തിബന്ധങ്ങളുണ്ടോ അവിടെയൊക്കെ ട്രയാങ്കുലേഷൻ സംഭവിക്കാം. എന്നിട്ട് ശത്രുതാപര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മൾ പഠിച്ചു വെച്ച് നല്ലതെന്നും കരുതിയിട്ട് നന്നായി ജീവിച്ചു വരിക്കുന്ന കാര്യങ്ങളല്ലാതെ പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മളെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് മോശമാക്കുന്നു. ഓക്കെ, ഈ ഫോട്ടോയിലുള്ള ആള് ആരാണെന്ന് പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? ജസ്റ്റ് പെട്ടെന്ന് പ്രതികരിക്കണം. ഞാൻ കംപ്ലീറ്റ് ആ രീതിയിലാണ് ക്ലാസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആരാ പറഞ്ഞ ഡിഡോ ലക്ഷ്മി അല്ലേ? ഡോക്ടർ കൊച്ചുറേസ്യ. ഓക്കെ, അതെ, ശരിയാണത്. ഇത് ഫാമിലി തെറാപ്പിയുടെ പിതാവാണ്. അദ്ദേഹമാണ് ഈ ട്രയാങ്കുലേഷനെ കുറിച്ച് വളരെ മനുഷ്യോപകാരപ്രദമായ രീതിയിൽ പഠിച്ചത്. അദ്ദേഹം കണ്ടെത്തി കുടുംബങ്ങളിൽ ഈ ട്രയാങ്കുലേഷൻ പല രീതിയിലുണ്ട്. അത് നന്മകളും ഉണ്ടാക്കുന്നത് നന്മകളെക്കാൾ അധികം ഏറെ തിന്മകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ട്രയാങ്കുലേഷൻ കുടുംബങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണം എന്നാണ് അദ്ദേഹം, അതിനുള്ള മെത്തേഡും അദ്ദേഹം ഉണ്ടാക്കി ഫാമിലി തെറാപ്പിയിൽ. അപ്പോ രണ്ട് വ്യക്തികൾ ഏത് ബന്ധമായാലും വൈകാരികമായ അസ്ഥിരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ലേ? ഇമോഷണലി ഇൻസെക്യൂർ ആണ്. അപ്പൊ ഈ ടെൻഷൻ വരുമ്പോ മറ്റൊരാളുടെ സഹായം തേടാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ട്രയാങ്കുലേഷൻ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ ഹാരിയറ്റ് ലേണർ രണ്ട് പുസ്തകങ്ങൾ എഴുതി അല്ലെ? ഡാൻസ് ഓഫ് ആങ്കർ, അതുപോലെ തന്നെ ഡാൻസ് ഓഫ് ഇന്റിമസി, ഇതിലൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ് അല്ലെ? അകൽച്ച, അതുപോലെ തന്നെ അടുപ്പം. ഇവ രണ്ടും തമ്മിലുള്ള ഒരു ഇതാണ്
കളി, ആ ഒരു ഡാൻസ് ആണ്. വല്ലാതെ കൂടുതൽ അടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റില്ല, കുറച്ച് അകലുന്നു. ഇതാണ് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം. അപ്പോ അസ്ഥിരമാണത്. ആ അസ്ഥിരതയിൽ വേറൊരാളുടെ ടെൻഷൻ കൂടുമ്പോൾ വേറെ ആളുടെ സഹായത്തിൽ. എന്താണ് ലക്ഷ്യം ട്രയാങ്കുലേഷന്റെ? കുറച്ചൊക്കെ ടെൻഷൻ കുറയ്ക്കുക. അതായത് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും. ബന്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അത് കുറച്ച് കുറയ്ക്കണം. അത് വേറൊരാളെ അപ്പൊ പോസിറ്റീവായിട്ട് ട്രയാങ്കുലേഷനിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ നല്ലവരൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലത് വരും. അല്ലാതെ മോശമായിട്ട് നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ മോശമായിട്ട് വരും. പിന്നെ ഭിന്നിപ്പിച്ച് കീഴടക്കുക. അപ്പോ കഥയിൽ പറഞ്ഞത് ആള് ശ്യാം 2 സ്ത്രീകളും പരസ്പരം എതിരാക്കുകയായിരുന്നു. അങ്ങനെ ഭിന്നിപ്പിച്ചിട്ട് പിന്നെ അയാളുടെ ആവശ്യങ്ങൾ അയാൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടിയിട്ട് ഉണ്ടാക്കി മറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് 2 കുട്ടിയും ഉപയോഗപ്പെടുത്തായിരുന്നു, ചൂഷണം ചെയ്യായിരുന്നു. അപ്പൊ എത്തരത്തിലുള്ള വ്യക്തികളാണ് ട്രയാങ്കുലേറ്റ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും ലക്ഷ്യം വെച്ചിട്ടല്ല ചെയ്യുന്നത്, ചെയ്തു പോവുകയാണ്. പിന്നെ ഇനി സുഹൃത്തുക്കളോ, കാര്യമായിട്ട് നല്ല സുഹൃത്തുക്കളില്ല, സ്നേഹിക്കുന്നവരില്ല, സപ്പോർട്ടിന് ആരുമില്ല, അവര് അന്യന്മാരായ ആൾക്കാരായിട്ട് ബന്ധത്തിലെ കാര്യങ്ങൾ പറയും, സഹായം തേടും മൂന്നാമതൊരാളായിട്ട്. പിന്നെ ഇതാണ് ഞാൻ കഥയിൽ പറഞ്ഞ കാര്യം. അടക്കി ഭരിക്കാൻ, തങ്ങളുടെ ആത്മാഭിമാനം ഉയർത്താൻ, അതിൽ സമനില തെറ്റി മറ്റുള്ളവർ സമനില തെറ്റിക്കുന്നത് സന്തോഷമുള്ള ചില ആൾക്കാരുണ്ട്. തങ്ങൾ എപ്പോഴും ഉയർന്നവരാണെന്ന് തോന്നിക്കണം. വിഷജീവികളായിട്ടുള്ള ആൾക്കാരാണ് അവര്. അതുപോലെ എപ്പോഴും കൃത്രിമത്വത്തോടെ അന്യനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇവര് നാർസിസിസ്റ്റ്. അതാണ് NPD അല്ലെ? NPD അറിയുന്ന ഒരാളെങ്കിലും ഉണ്ട്. ദുർഗാബാസി സാറിന് അറിയാമെന്ന് പറഞ്ഞു. വളരെ നന്നായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും അതിനെക്കുറിച്ച് അറിയണം. അത്തരത്തിലുള്ള വ്യക്തികള് വളരെ വളരെ ഉന്നതമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും ദോഷം ഉണ്ടാവും. ഇതാണ് തേളുകൾ. ആ തേളുകൾ ഞാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഏത് ബന്ധത്തെയും അവർ ഇതുപോലെ നശിപ്പിക്കാം. അതായത് ഒരു ഓഫീസിലാണെങ്കിലും എവിടെയൊക്കെ മനുഷ്യബന്ധങ്ങളുണ്ടോ അവിടെയൊക്കെ ഈ കൃത്രിമത്വം കാണിച്ചിട്ട് വിഷം കുത്തിച്ചെലുത്ത് ബന്ധങ്ങളെ വഷളാക്കി നമ്മുടെ സമാധാനത്തിലിരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ. ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ ആണത്. അതിലുള്ള ഒന്നാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബൈപോളാർ ഡിസോർഡർ. 2 കൂട്ടരും ചെയ്യുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മാനിപ്പുലേഷനിൽ രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ആൾ കുറച്ചും കൂടി മിതമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഒരു എന്താ, എന്നെ ഉപേക്ഷിക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള മനസ്സുള്ള ആൾക്കാരാണ്. എന്നെ ആരെ ഉപേക്ഷിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആളാണ് PPD-ക്കാർ. അപ്പൊ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്താണ് ശരിക്കും നാർസിസിസ്റ്റിക് ട്രയാങ്കുലേഷൻ? ഏത് ബന്ധത്തിലും ഇമോഷണലി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അതിനാണ് നാർസിസിസ്റ്റിക് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് മൂന്നാമതൊരാളെ ആ ഒരു വിഷബന്ധം ഇതിലേക്ക് വലിച്ചയച്ച് സംഘർഷം ഉണ്ടാക്കി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് മുതലെടുക്കും. അതാണ് കഥയിൽ കണ്ടത്. ശ്യാമ അത്തരത്തൊരു ആളാണ്. അദ്ദേഹമാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യമല്ലാത്തൊരു കാര്യം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്ന ബന്ധങ്ങളിലെ കാര്യമാണ് താഴെ എഴുതിയിട്ടത്. ബോസിനോട് നമ്മളോട് ആദ്യം സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കും. എന്നിട്ട് അവന്റെ ലക്ഷ്യം മാനിപ്പുലേഷൻ ബോസിന്റെ അടുത്ത് നടത്തും. എന്നിട്ട് അവന്റെ കാര്യം നടത്തും. പിന്നെ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മാനിപ്പുലേഷൻ അടങ്ങിയ ഒരു കാര്യമാണ്. ഇനി DSM-5 ഞാൻ പറഞ്ഞു, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയേ തീരും. ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് 9 ട്രേറ്റ്സുകളാണ്. ഈ 9 ട്രേറ്റ്സിൽ 5 ട്രേറ്റ്സുകളെങ്കിലും ഉള്ളവരെല്ലാം നാർസിസിസ്റ്റിക് ഡിസോർഡർ ഉള്ളവരാകാം. ആണെന്ന് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല. അതിന് ക്വസ്റ്റ്യനെയർ, അതിൽ ഇൻവെന്ററി ഒക്കെ ഉണ്ട്. അതെല്ലാം കൊടുത്തിട്ടാണ് സൈക്കോളജിസ്റ്റുകളെല്ലാം അത് മനസ്സിലാക്കാറ്. നമ്മൾ ഒരാളെ സ്റ്റാമ്പേജ് ചെയ്യുന്നൊന്നും ശരിയല്ല, എങ്കിൽ കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുണ്ടാവണം. ഞാൻ ഇതിന്റെ ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുള്ളത് എൻ്റെതായിട്ടുള്ളതാണ്. ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ഇപ്പൊ ഇതിലെല്ലാം അമിതം എന്ന് കൊടുക്കണം. ആദ്യത്തേൽ മാത്രമേ അമിതം വരത്തുള്ളൂ.
ഗ്രാൻഡിയോസിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പിന്നെ രണ്ടാമത് നമ്മുടെ അധികാരത്തിൽ ഇതൊക്കെ നമുക്ക് അമിതമായിട്ടില്ല, മിതമായിട്ടുള്ള പലർക്കും മിതമായിട്ട് പക്ഷെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ട്രേറ്റ്സ് വെച്ചെല്ലാം തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഭിനന്ദനം, റെക്കഗ്നീഷൻ അതിര് കവിഞ്ഞായിട്ട് നേടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നാർസിസിസ്റ്റ്, അതായത് എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും പ്രത്യേകതകളുണ്ട്, പക്ഷെ അത് കൂടുതൽ അമിതമായിട്ട് ഉള്ളതെന്ന് വിശ്വസിക്കുന്നത്, മറ്റൊരാളെ ചൂഷണം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളവര്, പിന്നെ മറ്റുള്ളവരുള്ള അസൂയുള്ളവര്, അമിതമായിട്ട് കേട്ടോ. അതുപോലെ അഹങ്കാരമാകുമ്പോൾ അമിതമായിട്ടുള്ളത്, ഒരിക്കലും ഈ എംപതൈസ് ചെയ്യാൻ പറ്റാത്തവര്, എംപതൈസ് ചെയ്യാൻ പറ്റാത്തവര് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ശരിയല്ല. ഇപ്പൊ എംപതിയിൽ തന്നെ 2 തരത്തിലുള്ള എംപതി ഉണ്ട്. ഇമോഷണൽ എംപതി ഉണ്ട്, കോഗ്നിറ്റീവ് എംപതി ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ NPD-ക്കാർക്ക് ഇല്ലാത്തത് ഇമോഷണൽ എംപതി മാത്രമാണ്. കോഗ്നിറ്റീവ് എംപതി ഉണ്ട്. നേരെ മറിച്ച് BPD-ക്കാർക്ക് തിരിച്ചറിവ്, അവർക്ക് ഇമോഷണൽ എംപതി ഉണ്ട്, കോഗ്നിറ്റീവ് എംപതി ഇല്ല. ഓക്കെ, ഇത് ഒരു ഫാമിലി തെറാപ്പിയിലെ ഇഗ്നോന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവര് പറയുന്നത് ഈ നാർസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ഒരു പാവങ്ങളാണെന്നാണ്. എല്ലാവരും അവരെ റിജക്ട് ചെയ്യും. അതിനൊരു ഫാക്ടർ ഉണ്ട്, അവര് പശ്ചാത്താപം കൂടി ചെയ്യും. അപ്പൊ അവര് ചെയ്ത തെറ്റുകള്, കോഗ്നിറ്റീവ് എംപതി വരുമ്പോ അവർക്ക് അത് സഹിക്കാം ഉള്ളവരാണല്ലോ. അപ്പോ അവർക്ക് കാര്യകാരണങ്ങളെ ചിന്തിച്ചിട്ട് ഇതുകൊണ്ട് ഇത് മോശമാണെന്ന് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പശ്ചാത്തപിക്കും. അങ്ങനെ അവരെ എക്സ്പോസ് ചെയ്യും. അപ്പൊ അവർ പാവങ്ങളെ എന്താ ചെയ്യാൻ പറ്റുള്ളവർ, ഇങ്ങനത്തെ ആൾക്കാർ ഈ വിഷജീവിനെ എനിക്ക് വിഷമുണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാല് അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക? ഒറ്റപ്പെടുത്തും, അല്ലെ? പിന്നെ അടുപ്പിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഇവർ മാറും. അതുകൊണ്ട് തന്നെ ഇവർ പാവങ്ങളാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സ്പെക്ട്രമായിട്ടാണുള്ളത്. ഇറ്റ്സ് എ സ്പെക്ട്രം. അതില് നമ്മളും ഉൾപ്പെടും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും നാർസിസ്റ്റിക് സ്പെക്ട്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അത് സ്പെക്ട്രത്തിന്റെ അങ്ങേയറ്റത്ത് എത്തുമ്പോൾ മാത്രമാണ് രോഗമാവുന്നത്. ആർക്കെങ്കിലും പറയാമോ ഇങ്ങേയറ്റത്ത് എന്തായിരിക്കും, അങ്ങേയറ്റത്ത് എന്തായിരിക്കും നാർസിസ്റ്റിക് സ്പെക്ട്രത്തിന്റെ? ഒന്ന് ചിന്തിച്ചാൽ മതി, ക്ലാസിന്റെ അവസാനം പറഞ്ഞാൽ മതി. അങ്ങേയറ്റത്ത് രോഗിയാണ്, ഇങ്ങേയറ്റത്ത് എന്തായിരിക്കും? സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാലോ, അതിനെക്കുറിച്ചൊന്നും വിശദീകരണം ആവശ്യമില്ലല്ലോ, അല്ലെ? ഓക്കെ, എന്തായാലും നാർസിസ്റ്റുകളായിട്ടുള്ള ബന്ധം, ശ്യാം വളരെ നല്ലവനാണ്, പക്ഷെ ശ്യാമിന്റെ നാർസിസ്റ്റ് ആയുള്ള ശ്യാമിന്റെ വിഷമം അനുഭവിക്കുന്ന 1-2 വ്യക്തികൾ, ആ അടുപ്പ ബന്ധമുള്ള വ്യക്തികൾ മാത്രമായിരിക്കും. ഈ ആദ്യം അനുഭവിച്ചത് സുധയാണ്, സുധയ്ക്ക് ശേഷം പിന്നീട് അനുഭവിച്ച ശ്യാമയാണ്. ആരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അടുപ്പമുള്ള ബന്ധം ഉണ്ടാക്കുന്നു, അവരൊക്കെ ഈ രീതിയിലാണ് നാർസിസ്റ്റുകളെ കൈകാര്യം ചെയ്യുക. ഓക്കെ, പിന്നെ ഇതാണ് ഉണ്ടാവുന്നത് നാർസിസ്റ്റ് ബന്ധങ്ങൾ. അല്ലെങ്കിൽ ട്രയാങ്കുലേഷനിൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യും എന്നുള്ള ഭീഷണി ഉണ്ടാവും. അതിന്റെ ശേഷം ആ ബന്ധമുള്ളവർ തമ്മിൽ വിനിമയം ഉണ്ടാവില്ല. പിന്നെ വിനിമയം നടത്തുന്നത് ഈ ട്രയാങ്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടായിരിക്കും. നാർസിസ്റ്റ് ആണെങ്കിൽ നാർസിസ്റ്റ് ആയിട്ട് അങ്ങനെയായിട്ട് ആശയവിനിമയം ഉണ്ടാവുള്ളൂ. രണ്ടുപേരും നിന്നുള്ള ആശയവിനിമയം ഉണ്ടാവില്ല. അതായത് സുത്യയും അല്ലെ, അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് ചെയ്യുന്ന വെച്ചാൽ ഈ ട്രയാങ്കുലേറ്റ് ചെയ്യുന്ന വ്യക്തി മാനിപ്പുലേഷൻ, തെറ്റായ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കിയ കാര്യം വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു മാനിപ്പുലേഷൻ എന്ന് തന്നെ അതിന് പറയാം. മാനിപ്പുലേറ്റർ ആയിട്ട് ചെയ്തിട്ട് ആണ് രണ്ടുപേരും കുഴിയിൽ ചാടിക്കാനാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ തമ്മിലുള്ള ബന്ധം ശ്യാം ചെയ്തത് എന്താണ്? അവന് പറ്റുന്ന രീതിയിൽ അവന്റെ ഭാര്യയെ അവൻ മാറ്റിയെടുക്കും. മനോരോഗിയാക്കി കഴിഞ്ഞാലും വീണ്ടും ഭാര്യയായിട്ട് തന്നെ കൊണ്ടുപോകണം. എന്നിട്ട് അതാണ് ആ ചൂഷണമാണ് ബന്ധങ്ങളിലെ ക്രൂരമായ ചൂഷണം. ഈ മാനിപ്പുലേഷന് 4 ഘട്ടങ്ങളുണ്ട്. ആദ്യം ശ്യാമിന്റെ കഥ തന്നെ എടുത്തു നോക്കിയോളൂ. വളരെ നല്ലവൻ, അവനെ നന്നായിട്ട് സംരക്ഷിക്കുന്ന, കുടുംബത്തിനടക്കം സഹായിക്കുന്നു, അങ്ങനെയാണ് രംഗത്ത് വരിക. രണ്ടാമത്തെ നിങ്ങളെ ചങ്ങാതിമാരും കുടുംബവുമായിട്ട് ഒറ്റപ്പെടുത്തും. അതായത് ഇവളുടെ സുധയുടെ കേസിൽ സുധയുടെ കുടുംബത്തിൽ പോലും ശ്യാം പറഞ്ഞു കേൾക്കാനേ ആൾക്കാരുണ്ടായല്ലോ, സുധ പറഞ്ഞു കേൾക്കാൻ ആൾക്കാരുണ്ടായില്ല. പിന്നീട് എന്താണ്, ഇരയായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വില കുറയ്ക്കും, പിന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യും. അതാണ് ശ്യാം ചെയ്തത്. നിനക്ക് വട്ടാണ്,
നിനക്ക് സംശയരോഗമാണ്, നിനക്ക് അല്ലെ അങ്ങനെ പറഞ്ഞിട്ട് അത് കുറെ മുന്നോട്ട് പോകാം. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രിഗർ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള എന്ത് അഭ്യാസങ്ങളും ഗ്യാസ് ലൈറ്റിങ്ങിൽ അടക്കും. 4ാമത്തെ ഘട്ടമാണ് ക്രൂരമായ ഘട്ടം. ഭയപ്പെടുത്താം, ആക്രമിക്കുകയും ചെയ്യാം. ഇതൊക്കെ മാനിപ്പുലേഷൻ ഘട്ടം. ഇനി മാനിപ്പുലേറ്റ് ചെയ്ത വ്യക്തിയെ ഇത് പറയണ്ടല്ലോ അല്ലെ, അശുദ്ധയുടെ അവസ്ഥ അല്ലെങ്കിൽ പിന്നീട് ശ്യാമയുടെ അവസ്ഥ എന്തായിരിക്കും? ഇവൾ അവനെ വീണ്ടും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി, പിന്നെ അവൾക്കും കുടുംബ ജീവിതം ഉള്ളതാ, അതും തകർന്നു പോകില്ലേ? ഇവൻ പക്ഷെ ഇവന് അതിലും അവിടെ അവൻ രക്ഷപ്പെടും, പിന്നെ നാശത്തിൽ എത്തും. എന്ത് ചെയ്യുമ്പോഴും അയ്യോ ഞാനാണോ തെറ്റുകാരി എന്നാണ് അവർ ചിന്തിക്കുക, ധീരകൾ ചിന്തിക്കുക. മറ്റാൾക്ക് ഒരു തെറ്റുണ്ടായിരിക്കില്ല, സമൂഹം അംഗീകരിക്കപ്പെട്ട അങ്ങനെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആ രീതിയിലുള്ള ബുദ്ധി അവർക്കുണ്ടാവും, ആ രീതിയിൽ ആണ് അവർ ചെയ്യുള്ളൂ. ഓക്കെ, റൈറ്റ്. ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ചില നിങ്ങൾക്ക് എല്ലാവർക്കും, പക്ഷെ നിങ്ങൾക്കല്ല നമുക്കെല്ലാവർക്കും ഇതുപോലുള്ള സംസാരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എമ്പതി ട്രസ്റ്റ്. എവിടെ എമ്പതിയും ട്രസ്റ്റും ഇല്ലാവുന്നു ദാമ്പത്യ ബന്ധങ്ങളിൽ, എവിടെയൊക്കെ എമ്പതിയും ട്രസ്റ്റ് ഇല്ലാവുന്നു അവിടെയൊക്കെ ഇത്തരം സംസാരങ്ങളുണ്ട്. പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയുന്നു, പറയാത്ത പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് ഇണയെ ഒരു എന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്ന രീതിയിലാക്കി മാറ്റും. അത് തിരിച്ചു. ഇതാണ് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഉദ്ദേശം. സമതല തെറ്റിച്ച് നമുക്ക് അല്ലെ, എന്തൊരു ചൊല്ലുണ്ട്, വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കാര്യം. ഇനി എങ്ങനെയാണ് മാനിപ്പുലേറ്റർ തിരിച്ചറിയുക? എത്ര നമ്മള് ഇത് വെച്ചാലും അതിരുകൾ വെച്ചാലും അവരതിനെ മാനിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അടുക്കരുത്. അവരാഗ്രഹിക്കുന്ന കാര്യം അവർ എന്തായാലും ചെയ്തിരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിലും അവരെ അടുപ്പിക്കരുത്. അതുപോലെ അവരുടെ പ്രവൃത്തിയിൽ എന്ത് സംഭവിച്ചാലും അതിനെ അവര് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ അതൊന്നും നോക്കാതെ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നിങ്ങള് യാഥാർത്ഥ്യം ചോദിച്ചാൽ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ അതായത് നിങ്ങളെ വാല്യൂസ്, നിങ്ങളെ കുറിച്ച് നന്നായി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെത്തിക്കും. ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതാണ് പറയുന്നത്. അതിനുള്ള കഴിവുള്ളവരാണ് അവര്, ആ സ്കില്ലുള്ളവരാണ് അവര്. അത്തരത്തിലുള്ള നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ സൂക്ഷിക്കുക. അപ്പൊ ഇവരെ തിരിച്ചു കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവര് അതിൽ ഒഴിഞ്ഞു മാറും ചെയ്യും. അപ്പോ അവരുടെ പെരുമാറ്റം അവരെപ്പോഴും ശരിയായിട്ട് സമൂഹം അംഗീകരിക്കപ്പെടുന്നു. ഇനി ഇനിയാണ് വരുന്നത് ഫാമിലി തെറാപ്പിയിലേക്ക് വരുന്നത്. എല്ലാം ഫാമിലി കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ പ്രവർത്തിക്കാത്ത കുടുംബങ്ങളിലാണ് ഇതുണ്ടാവുമെന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഭയങ്കര ടെൻഷനുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ വൈകാരികമായ യൂണിറ്റ് ആണ്. ഇതില് ഉണ്ടാവുന്ന ടെൻഷൻ, ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ നമ്മളെ വൈകാരികമായിട്ട് ബാധിക്കും. ഏറ്റവും അധികം കുടുംബത്തിലുണ്ടാകുന്ന ടെൻഷനാണ്, സ്ട്രെസ്സാണ് ഏറ്റവും വലിയ സ്ട്രെസ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിൽ എഴുതിയിട്ടുള്ളത് 2 പ്രൈമറി റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ആ സംഘർഷത്തിനെ അവര് പരസ്പരം പരിഹരിക്കേണ്ടതാണ്. അതിന് വേറെ മൂന്നാമതൊരാളുടെ സഹായം തേടുമ്പോഴാണ് ട്രയാങ്കുലേഷൻ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും കുട്ടികളെ ഉപയോഗിക്കാം. അപ്പൊ അത് വളരെ വലിയ മോശമുള്ള ഫാമിലി ആയിരിക്കണം. എന്താണ് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളും പ്രവർത്തിക്കാത്ത കുടുംബങ്ങളും? ആർക്കെങ്കിലും ഷെയർ ആവോ? നല്ല കുടുംബങ്ങളും ചീത്ത കുടുംബങ്ങളും എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം പ്രവർത്തിക്കുന്ന കുടുംബങ്ങളും പ്രവർത്തിക്കാത്ത കുടുംബങ്ങളും എന്നാണ് പറയേണ്ടത്. എന്താണ് ഫങ്ഷനിങ് ഫാമിലീസ് ആൻഡ് നോൺ ഫങ്ഷനിങ് ഫാമിലീസ്? ഒന്ന് വിശദീകരിക്കാവോ? ആർക്കെങ്കിലും അറിയാവോ? ഡിഡോ മാം, ക്യാൻ യു കോൺട്രിബ്യൂട്ട്? ഫാമിലി തെറാപ്പിസ്റ്റ് ആണ് ഡിഡോ മാം. ഒരു നല്ല ഫാമിലിക്ക്, ആരോഗ്യമുള്ള കുടുംബത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്ന് പറയാമോ ആരെങ്കിലും? അൺമ്യൂട്ട് ചെയ്തിട്ട്. നമ്മളൊക്കെ കുടുംബം നയിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. നല്ല കുടുംബത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ? ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തതകളെ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കുക അല്ലെ, അതൊരു ഇനി ഷെയറിങ് ആൻഡ് കെയറിങ്, സ്നേഹം, സ്ഥിരമായ സ്നേഹം. ഓക്കെ, വേറെ ട്രസ്റ്റ്.
അത് സ്നേഹത്തിൽ പെട്ടില്ലേ? സ്നേഹം ട്രസ്റ്റ് ഒക്കെ ഒന്നിച്ച് തന്നെ കൂട്ടണ്ടേ? ഓക്കെ. അതിന് സ്ഥിരത വേണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേ നല്ല പ്രവർത്തിക്കും കുടുംബമുള്ളൂ. അത് ചില സമയത്തുണ്ട്, ചില സമയത്തില്ല, അതൊന്നും നടക്കില്ല. ഇനി മൂന്നാമത്തെ ആ ഫങ്ഷണൽ ഫാമിലീസിൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് അവിടെ. ആശയവിനിമയം നന്നായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ട്രാൻസ്പെറൻസി ആശയവിനിമയം നന്നായിരിക്കും എന്നുള്ളത്. ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. റെസ്പെക്ട് ഈച്ച് അതർ. റെസ്പെക്ട് ഈച്ച് അതർ, അതൊക്കെ ചെറിയ ഇതിലായിട്ട് വരും. നമ്മൾ കുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് മാം. സിസ്റ്റം നമുക്കറിയാം, തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ച് നമ്മൾ സിസ്റ്റം എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്താ മാം? റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവോ? കറക്റ്റ്. അതൊരു നല്ല കാര്യമാണ്, അത് നല്ലൊരു കാര്യമാണ്. അതായത് എല്ലാ കുടുംബത്തിനും നിയമങ്ങളും ഉണ്ടായിരിക്കണം അല്ലെ? അതായത് ഒരു ചില കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു യൂണിറ്റ് ആണ്. ഇതൊരു ഒന്നിച്ചുള്ള ഒരു വ്യവസ്ഥയാണ്, സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് ഒന്നിച്ചൊരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം സുഗമമായി നടക്കുന്നെങ്കിൽ അത് നല്ല കുടുംബമാണ്. അതുപോലെ തന്നെ വ്യക്തികൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. ആ വ്യക്തികളുടെ ആവശ്യങ്ങളും കുടുംബത്തിന്റെ അകത്ത് നടക്കുന്നെങ്കിൽ അതാണ് ഇൻഡിവിജ്വൽ. ആദ്യം പറഞ്ഞ കാര്യം അതാണ്, ഇൻഡിവിജ്വാലിറ്റി. അതും ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന കുടുംബമാണ്. ഓക്കെ, ഇനിയും ചിലത് പറയാനുണ്ട്. ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം? ഒന്ന് ചിന്തിക്കാവോ? നമ്മൾ കുടുംബത്തിനെ കുറിച്ച് വില കൽപ്പിക്കണ്ടേ? ഫങ്ഷണൽ ഫാമിലീസില് ബൗണ്ടറീസ് ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. വെരി ഗുഡ് മാം, ഒരു അപ്രീസിയേഷൻ കൊടുക്കണം മാമിന്. നന്നായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതായത് ഹിരാർക്കി ഉണ്ടാവുമല്ലേ മാം? അതല്ലേ പറഞ്ഞ ഹിരാർക്കിയൽ സ്ട്രക്ചർ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹിരാർക്കിയൽ സ്ട്രക്ചർ ഉണ്ടാവണം, ഒരു കുടുംബനാഥൻ ഉണ്ടാവണം, നിയമങ്ങൾ ഉണ്ടാവണം, വ്യവസ്ഥകൾ ഉണ്ടാവണം, വാല്യൂസ് ഉണ്ടാവണം. അത് നിലനിർത്തണം. അത് നിലനിർത്താൻ ആളുണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ കറക്റ്റ്. ഓക്കെ, അതൊക്കെ അഗ്രി ചെയ്തു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഹിരാർക്കി ഉണ്ടാവണം, ഹിരാർക്കിനെ നയിക്കാൻ ആൾ വേണം, അത് നിലനിർത്താൻ സ്ഥിരതയുള്ള അച്ചടക്ക രീതികൾ വേണം, അത് നിലനിർത്തപ്പെടണം, നയിക്കണം. പിന്നെ ഈ എൻമെഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഫാമിലി തെറാപ്പിയിൽ. അതായത് അച്ഛനും അമ്മയും ഒരു തലത്തിലാണ്, മുത്തശ്ശനും മുത്തശ്ശിയും കുടുംബത്തിൽ വേറെ തലത്തിലാണ്, കുട്ടികൾ വേറൊരു തലത്തിലാണ്. ഇത് വ്യത്യസ്ത ലെവലുകളിലാണ് നിൽക്കുന്നത്. ഈ ലെവലുകൾ തമ്മിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. അല്ലാതെ അച്ഛൻ കുട്ടികളെ പോലെ പെരുമാറരുത്, അമ്മ കുട്ടികളെ പോലെ പെരുമാറരുത്, അല്ലെങ്കിൽ കുട്ടികളുടെ ആ ലെവലിലേക്ക് അങ്ങനെ പോകരുത്, കുട്ടികളുടെ കൂടെ കളിക്കരുത് എന്നല്ല ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ ഇതിനെ ഹിരാർക്കിയെ കുറിച്ച് എന്തിനാ കൂടുതൽ വിശദീകരിക്കുന്നത്? സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹിരാർക്കി എല്ലാവർക്കും അറിയുന്നതല്ലേ? എല്ലാവരും ഓഫീസുകളിലും ഫാക്ടറികളിലും അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളവരല്ല. അപ്പൊ ഹിരാർക്കിയെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും അതുപോലെ തന്നെയാണ് കുടുംബവും പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്, അത് നമുക്കറിയാം. ഒരു മദ്യപാനിയുടെ കുടുംബം പ്രവർത്തിക്കാത്ത കുടുംബം, നോൺ ഫങ്ഷൻ ഫാമിലി ആയിരിക്കും. കാരണം അതിന് നാഥനുണ്ടായിരിക്കില്ല, നാഥിയുണ്ടായിരിക്കില്ല. അവൻ നയിക്കാനും അനുവദിക്കില്ല, മറ്റൊരാൾ നയിക്കപ്പെടാനും അനുവദിക്കില്ല. അങ്ങനെ ഒരു രീതിയിലോട്ട് പോകുമ്പോൾ അതിന് ഇതില്ല. അപ്പൊ ഈ പ്രവർത്തിക്കാത്ത കുടുംബങ്ങൾ എന്താന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ടെൻഷൻ ഒരുപാട് അങ്ങ് കയറിപ്പോയിട്ട് ഒരു കോപ്പിംഗ് മെത്തേഡ്സിലും അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ വരും. ഇവിടെ ഏറ്റവും മോശമായ ട്രയാങ്കുലേഷൻ ആണുള്ളത്. കുട്ടികളെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ടെൻഷന്റെ കുട്ടികളായിട്ട് ട്രയാങ്കുലേറ്റ് ചെയ്യുന്നു. സംഘർഷം, കോൺഫ്ലിക്റ്റ് ഭാര്യ ഭർത്താവും തമ്മിലാണ്. അതിന് കുഞ്ഞിനെ ഉപയോഗപ്പെടുത്തുന്നു, ഭാര്യയോ ഭർത്താവോ. വളരെ വളരെ മോശം. ഈ കുഞ്ഞ് എത്ര പീഡനമാണ്, എത്ര മനഃശാസ്ത്രപര പീഡനമാണ് അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ആ രീതിയാണ് കുഞ്ഞിന്റെ മനസ്സ്. എംപത്തറ്റിക് ആവുക എന്നൊക്കെ പറയുന്ന കൗൺസിലർമാരാണല്ലോ നമ്മള്. ഈ കുഞ്ഞിന്റെ മനസ്സിനോടൊന്ന് എംപതൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഇതിനെ ഇങ്ങനത്തെ പ്രവർത്തിക്കാത്ത കുടുംബങ്ങളാണെങ്കിൽ എപ്പോഴും തല്ലുകൊള്ളുന്ന ഒരു പയ്യൻ ഉണ്ടാവും. ഏട്ടനാവാം, അനിയനാവാം, സിബ്ലിംഗ് റിവൽറി ഒക്കെ പെരുപ്പിക്കും ഈ അച്ഛനമ്മമാരും. എന്നിട്ട് എപ്പോഴും തല്ല് വാങ്ങിക്കുന്ന ഒരു പയ്യനുണ്ട്, ഒരു മോനുണ്ടാവും, അല്ലെങ്കിൽ
അതേപോലെ ഒരു പൊന്നും കുട്ടിയായിട്ട് ഒരാളുണ്ടാവും. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. ഓക്കെ. ഇനി ഇത് നമ്മളെല്ലാം ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല, കുറെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം അല്ലെ? ഈ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും, ഭാര്യയും ഭർത്താവും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ കുട്ടീനെ ഉപയോഗപ്പെടുത്തും. സത്യമല്ലാത്ത കാര്യം കുട്ടിയോട് പറയും. അത് തന്നെയാണ് ഈ ട്രയാങ്കുലേഷൻ. ഞാൻ നേരത്തെ വിവരിപ്പിച്ച ശ്യാമിന്റെ കാര്യത്തിൽ ശ്യാം ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഈ സ്നേഹനിധിയായ അച്ഛനും ചെയ്യുന്നത് കുഞ്ഞിനോട്. വളരെ മോശമായ കാര്യമാണത്, ചെയ്യാറുണ്ട്. അപ്പോ ഈ കുഞ്ഞ് പിന്നീട് അമ്മയാണ് കരുതേണ്ടത്, അച്ഛനെയാണോ കരുതേണ്ടത്? സംഘർഷമാണ് ഇവർ തമ്മിൽ, കോൺഫ്ലിക്റ്റ് ആണ് ഇവർ തമ്മിൽ. ഈ കോൺഫ്ലിക്റ്റ് അവരാണ് പരിഹരിക്കേണ്ടത്. അതിന് പകരം അത് കഴിയാതെ മക്കളെ ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് ട്രയാങ്കുലേഷൻ. വളരെ മോശമായ കാര്യം. എങ്ങനെ ഇത് തടയാം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കിടക്കാം. ക്ലാസ് ഏകദേശം സമയം അല്ലെ, നമുക്ക് എത്ര 8 മണിയോളം, 8 മണിക്ക് തീർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 8 മണിക്ക് തീർക്കാനുള്ള രീതിയിലാണ്. എങ്ങനെ ട്രയാങ്കുലേഷൻ മോശം, നല്ല കാര്യം നന്നായി ട്രയാങ്കുലേറ്റ് ചെയ്യുന്ന നല്ല ആൾക്കാർ, അതായത് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോട് കൂട്ടിയുള്ള തെറാപ്പിസ്റ്റ് മൂന്നാമതൊരു വ്യക്തിയല്ലേ, അത് നന്നായിട്ടാണ് നടക്കുക. അതുപോലെ നല്ല സ്നേഹം, കോമ്പേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ അത് പോസിറ്റീവ് ട്രയാങ്കുലേഷൻ ആയിരിക്കും. അതൊക്കെയാണ്. പക്ഷെ ഈ നാർസിസിസ്റ്റുകള്, BPD-കാരൊക്കെ നോക്കി നിൽക്കണം. അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമില്ല. അപ്പൊ അവര് വളരെ നമ്മളെ കുപ്പിയിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് BPD-കാര്. അതുപോലെ ഈ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള എല്ലാത്തിനും കോമോർബിഡ് ആയിട്ട് എല്ലാം ഉണ്ടാവും. അപ്പോ അങ്ങനെ ഇവരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. അപ്പൊ അവരൊക്കെ ശരിക്കും ഇതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നേരത്തെ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞു, ഇഗ്നോ പറഞ്ഞിട്ടുള്ള, ഇഗ്നോ സിലബസ് പറഞ്ഞിട്ടുള്ള ഇത് സ്പെക്ട്രം ആണെന്നും ആ സ്പെക്ട്രത്തിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാട്ടോ. അപ്പോ ഒരുപാട് പേര് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരി ഉണ്ടാകും, മനുഷ്യനായ ബന്ധത്തിൽ അത് കൂടുതലുണ്ടാകും. അപ്പൊ ഈ ട്രയാങ്കുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഒരു സംശയമില്ല. പ്രവർത്തിക്കാത്ത കുടുംബാണെങ്കിൽ ഒരുപാട് ട്രയാങ്കുലേഷൻ ഉണ്ടാകും. ആ ട്രയാങ്കുലേഷൻ എല്ലാം ഇല്ലാതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ട്രയാങ്കുലേഷൻ ചെയ്യണം. അതാണ് മുരേ ഭവൻ ഫാമിലി തെറാപ്പിയിൽ പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ആ നല്ല കുടുംബം, ഫങ്ഷണൽ ഫാമിലി ആയിട്ട് അത് വീണ്ടും ആകുള്ളൂ. അപ്പൊ കാരണങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടത് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ്, അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതായത് പ്രശ്നപരിഹാര മെത്തേഡ്സ്, അങ്ങനെ അതിനൊക്കെ പറഞ്ഞിട്ടുള്ള ചില രീതികളുണ്ട്. അത് പഠിക്കണം, അതുപോലെ ചെയ്യണം. കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്. കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. നമുക്കത് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കത് ഏത് കോൺഫ്ലിക്റ്റിനും സൊല്യൂഷൻ ഉണ്ട്. ഈഗോ കോൺഫ്ലിക്റ്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, സൊല്യൂഷൻ ഇല്ലാത്തത്. അതിനും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പോ അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ കൺസിസ്റ്റന്റ് ലവ് ആൻഡ് ഡിസിപ്ലിൻ. സ്നേഹം കൺസിസ്റ്റന്റ് ആയിരിക്കണം, അത് പ്രകടിപ്പിക്കണം, അത് ബോധ്യപ്പെടുത്തും വേണം. അതുപോലെ തന്നെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ മെത്തഡും കൺസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് ലോവർ ലെവൽ ഓഫ് സപ്പോർട്ട്, നർച്ചറിങ് ആൻഡ് അക്സെപ്റ്റൻസ്. ഇതൊക്കെ എത്ര കുറയുന്നു അത്രത്തോളം ട്രയാങ്കുലേഷൻ ഉണ്ടാവും. അതൊക്കെ അതുണ്ടെങ്കിൽ ട്രയാങ്കുലേഷൻ ഉണ്ടാവില്ല. ഇന്റർപേഴ്സണൽ എലിമിറ്റിയും, അത് പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ശത്രുത ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബ അംഗങ്ങളോട് ശത്രുത ഉണ്ടെങ്കിൽ അത് തീർക്കുകയാണ് നല്ലത്. ഈ കുടുംബത്തിൽ ആരായാലും കൂട്ടുകുടുംബം പോലെ ജീവിക്കുന്നവരെ നമ്മളെല്ലാം അതൊക്കെ തീർക്കുന്നതാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനും ചൂണ്ടയിടാനും ശ്രമിക്കുകയാണെങ്കിൽ, ചൂണ്ടയിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധങ്ങളിലെ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതൊക്കെ സത്യമാണ്. നാം വേണ്ടത് ശ്രദ്ധിക്കുകയാണ്, അലർട്ട്നെസ് ഉണ്ടാക്കാൻ വേണ്ടത്. എന്നിട്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അവഗണിക്കാൻ നമുക്ക് തയ്യാറാവണം. ഓക്കെ. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വൈകാരിക, ഇമോഷണൽ അല്ലെ, എന്താണ് പറയാ ഇംഗ്ലീഷില്, വൈകാരിക ക്ഷേമം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകാരികതയ്ക്ക് ഒരു ഇത് വേണം, വെൽഫെയർ, ഇമോഷണൽ വെൽഫെയർ. അത് സ്നേഹിക്കുന്നവരുടെ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ അതൊന്നും വെച്ച് കളിക്കരുത് ജീവിതത്തിൽ. പിന്നെ എല്ലാം പാറ്റേൺ ആയിട്ടാണ്. കുടുംബ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പാറ്റേണുകളാണ്.
ഇന്ന ആള് ഇന്ന രീതിയിൽ നടക്കുന്ന ഒരു പാറ്റേൺ ആയിട്ട്, അതായത് ആവർത്തിക്കുന്ന പെരുമാറ്റമാണ് പാറ്റേൺ ആയിട്ട് മാറുന്നത്. നമ്മള് അച്ഛനോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഭാര്യയോട് പെരുമാറുന്നത്, മക്കളോട് പെരുമാറുന്നത്, അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മുടേതായുള്ള പാറ്റേൺ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പെരുമാറിയിട്ട്. അതിനെ ഒന്ന് തിരിച്ചറിയുക. നമ്മുടെ പാറ്റേൺസ് എന്താ നമ്മൾ തിരിച്ചറിയുക, എന്നിട്ടൊന്ന് കോൺഫ്രണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി വല്ലവരും വല്ലാതെ പുകഴ്ത്താൻ വരികയാണെങ്കിൽ ആ പുകഴ്ത്തലിൽ അവസാനം നമ്മുടെ ആത്മവിശ്വാസം, അതായത് ഞാൻ നിനക്ക് എല്ലാം നേടിത്തരാം എന്ന ആത്മവിശ്വാസം അയാൾ അല്ലെങ്കിൽ അവൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ, അങ്ങനെ കോമ്പറ്റീഷൻ. ഇപ്പൊ ശ്യാം ചെയ്തത് എന്താണ്? 2 സ്ത്രീകളും തമ്മിൽ മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. അവനെ അനുകൂലിക്കാക്കിയിട്ട് അവനും ചൂഷണം ചെയ്യാനായിട്ട്. അതാണ് ആ നാർസിസിസ്റ്റ് അവിടെ ചെയ്തത്. ആ 2 സ്ത്രീകളും അതിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് മനസ്സിലാകില്ല. അവരെ മനസ്സിലാക്കിക്കാൻ സമൂഹത്തിനും കഴിയില്ല. പക്ഷെ ഇതെന്താണെന്ന് അറിഞ്ഞാൽ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇത് അറിയാൻ പറ്റൂ. ഓക്കെ, അതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വളരെ നന്നായിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാൻ പറഞ്ഞത്. എല്ലാവരും അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അറിയേണ്ടതാണ്, ഈ കൗൺസിലിംഗ് മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ. ഓക്കെ, സ്വയം നിയന്ത്രണം എപ്പോഴും ഉണ്ടാവണം. നമുക്ക് പവർ ഉണ്ടല്ലോ, വി ആർ പവർഫുൾ. എവിടെയാണ് നമ്മുടെ പവർ പോകുന്നത്? ഒരാൾക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തിനാണ് കൊടുക്കണേ? ഏത് ബന്ധമായാലും, ഭാര്യാഭർത്തൃ ബന്ധമായാലും എന്തായാലും. പിന്നെ വ്യക്തിപരമായ വിവരങ്ങൾ, ഒരു രഹസ്യം ഏത് ബന്ധത്തിലും വേണം. ഏത് ബന്ധത്തിലും രഹസ്യങ്ങൾ വേണം. അത് ആരോടായാലും, അതെല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ പറയാം, ഇൻസ്റ്റിക്റ്റീവ് റിയാക്ഷൻസ് വേണ്ട, ഒരിക്കലും വേണ്ട. അത് നീജർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പൊടും തന്നെ അവനൊരു കാര്യം പറഞ്ഞു, അല്ലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അവളൊരു കാര്യം പറഞ്ഞു, അച്ഛനൊരു കാര്യം പറഞ്ഞു, ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഭർത്താവ് ഒരു കാര്യം. അതിന് ഉടനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടാവും. അത് അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പം മാറ്റുക. ആ സ്വഭാവമാണ് നമ്മളെ ട്രയാങ്കുലേഷനിലേക്ക് എത്തിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? പിന്നെ ഈ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിയന്ത്രിക്കാൻ നിങ്ങളാവണം, മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാകരുത്. അതാരായാലും മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മാനിപ്പുലേറ്റർ മാറ്റാൻ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മൾക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. മാനിപ്പുലേഷനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വാർത്തകൾ വരികയാണെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ പോകണ്ട. ഒരു വെയിറ്റ്, ഒരു അടി പുറമോട്ട് മാറണം. എന്നിട്ട് എന്താണെന്നിട്ട് ഒബ്ജക്റ്റീവ് തോട്ട്സിലോട്ട് പോകണം. നമ്മുടെ ബന്ധത്തില് ഏതെങ്കിലും ഒരു ബന്ധത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ബാധിക്കുന്നിടത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ ഒരിക്കലും മടുക്കണ്ട. അതാണ്, ചില ബന്ധങ്ങളെ നമ്മൾ നിലനിർത്തി വെക്കും. ഓക്കെ, ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ഭൂമിയിലുണ്ട്. അവരെന്നെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഒരു സംശയവും വേണ്ട. പിന്നെ എന്നെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കണം, എന്നെ തകർക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാരും ഈ ലോകത്തിലുണ്ട്. അവരെ ഒരിക്കലും മാറ്റാനും പറ്റില്ല. അതും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ ഒരു കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. ഇതാണ് മുറേ ബോവൻ ഫാമിലി തെറാപ്പിയുടെ അടിസ്ഥാന ചിന്താഗതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡീട്രയാങ്കുലേറ്റ് റിലേഷൻഷിപ്സ് ത്രൂ ഫാമിലി തെറാപ്പി. ബന്ധങ്ങൾ ഏത് ബന്ധമായാലും പരസ്പര ആക്കാൻ കഴിയും. സുരക്ഷിതമാക്കണം, സെക്യൂർ ആക്കണം, സുഖകരമാക്കണം, സന്തോഷകരമാക്കണം, ആക്കാൻ കഴിയും. കഴിയാതെ വരുന്നത് നമ്മൾക്ക് വൈദഗ്ധ്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതിന് കുറ്റം പറയേണ്ടത് മറ്റൊരാളെ അല്ല, നാം തന്നെയാണ് ബന്ധങ്ങൾ നന്നാക്കേണ്ടത്. ഡീട്രയാങ്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോ കുടുംബത്തിനകത്ത് ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് പറ്റില്ല. കാരണം
അത് പാറ്റേൺ ആയിട്ട് അവരടുത്ത് ചിലപ്പോൾ റിജിഡ് ആയിട്ടുണ്ടാവും, റിജിഡ് പാറ്റേൺസ് ആയിട്ട്. അത് പെർവേഴ്സ് ട്രയാങ്കിൾ എന്ന് പറയുന്നു ഫാമിലി തെറാപ്പിയിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പാടാണെന്നുള്ളൂ, ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും മാറ്റാൻ പറ്റും. പക്ഷെ അതിന് എന്തായാലും ഒരു ഫാമിലി തെറാപ്പിസ്റ്റിന്റെ സഹായം തേടണം. തേടിയാൽ അതും മാറ്റാൻ പറ്റും. പ്രവർത്തിക്കാത്ത കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളാക്കാം, നന്നാക്കാം, നന്നായി ജീവിക്കാം. അതിനുള്ള സംവിധാനം മനഃശാസ്ത്രത്തിലുണ്ട്, അതിനുള്ള തെറാപ്പി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഏതെങ്കിലും സ്ലൈഡ് ഞാൻ വീണ്ടും പറയണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്തോട്ടെ. ആരെങ്കിലും ഒന്ന് പറയും. ഞാൻ പറഞ്ഞ സ്ലൈഡുകളിൽ ഏതെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ അതിലേക്ക് പോവാം. ഈ പറഞ്ഞ സ്ലൈഡുകളിൽ ഏതെങ്കിലും. ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്ലൈഡ്സ് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ ആവശ്യമുള്ളവർക്ക് ഒന്നുകൂടെ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്യാം. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്യട്ടെ, ഇനി ഡിസ്കഷനിലോട്ട് പോവുകയാണെങ്കിൽ ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. വല്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ടുണ്ട്, വളരെയധികം ചുരുക്കിയിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞാൽ കൊള്ളാം. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ? പ്രധാനപ്പെട്ട പോയിന്റ് സാർ റീക്യാപ്പാണ് ഉദ്ദേശിച്ചത്. റീക്യാപ്പ് ഇതാണ്: ഏത് ബന്ധങ്ങളിലും ട്രയാങ്കുലേഷൻ നടക്കാം. നമ്മള് ബന്ധങ്ങൾക്ക് ഒരു അസ്ഥിരതയുണ്ട്, ഏത് മനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു അസ്ഥിരതയുണ്ട്. അതില് കുറച്ച് കഴിഞ്ഞാൽ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോ അതുകൊണ്ട് മൂന്നാമതൊരു വ്യക്തിയായിട്ട് അതിന് ത്രികോണമായിട്ട് മാറും അത്. അങ്ങനെ ട്രയാങ്കുലേഷൻ ഏത് ബന്ധങ്ങളിലും നടക്കും. ഒന്ന്, ആ ട്രയാങ്കുലേഷൻ 2 തരത്തിലുണ്ട്: പോസിറ്റീവ് ട്രയാങ്കുലേഷനും നെഗറ്റീവ് പെർവേഴ്സ് ട്രയാങ്കിളും. നെഗറ്റീവ് ട്രയാങ്കിൾ മോശമായതും നല്ലതും ഉണ്ട്. നല്ല ആൾക്കാരായിട്ട് കാരണം നമ്മളെ വരുന്നത് ഉപദേശിക്കുന്നത്, അതായത് ഒരു പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ അങ്ങനത്തെ തെറാപ്പിസ്റ്റ്, കൗൺസിലർ, ഇങ്ങനെയൊക്കെ ആൾക്കാരായിട്ടുള്ള ചില നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അവരെല്ലാം നന്നായിട്ട് പോകും. കുട്ടികളുടെ വളർത്തുമ്പോൾ ട്രയാങ്കുലേഷൻ നല്ലതാണെന്ന് പറയുന്നത്. മൂന്നാമതൊരു വ്യക്തി വരുമ്പോൾ കുട്ടികളുടെ വളർച്ച കൂടുതൽ നന്നാവുന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല ട്രയാങ്കുലേഷനോട് മോശം, അതാണ് രണ്ടാമത്തെ റീക്യാപ്പ്. പിന്നെ മോശമായ ട്രയാങ്കുലേഷൻ വളരെ മോശമാകാനും സാധ്യതയുണ്ട്. അതിനാണ് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും അതുപോലെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും കാര്യങ്ങൾ അവരെങ്ങനെയാണ് ട്രയാങ്കുലേറ്റ് ചെയ്തിട്ട് ആകെ മോശമുള്ള ഒരു അവസ്ഥയിലെത്തുന്നത്. അതായത് സമനില തെറ്റിച്ച് നമ്മളെ കുടുംബം തകർക്കുന്നത്. അതാണ് തേളുകുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയും ഉണ്ട്. ഇതിനെല്ലാം പരിഹാരവും ഉണ്ട്. അതിന്റെ പരിഹാരവും 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇത് പോയി കേട്ടിട്ടും ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. 4ാമത്തെ റീക്യാപ്പ് ഇതാണ്. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കുടുംബത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നും ഇതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ബി അവെയർ ഓഫ്. പിന്നീട് അവെയർ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇത് അറിയുന്നത് കുടുംബത്തില് ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞാൽ കൗൺസിലും ഫാമിലി തെറാപ്പി തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? കൗൺസിലിംഗ് 2 വ്യക്തികളായിട്ടാണ് ചെയ്യുന്നത്. ഫാമിലി തെറാപ്പി ഒരു കുടുംബത്തിനെ ഒന്നിച്ചിരുത്തിയിട്ട് അതിന് സജ്ജായിട്ടുള്ള ഒരു കൗൺസിലർ ഫാമിലിയെ ഒന്നിച്ച് കൈകാര്യം ചെയ്യണം, ഒന്നിച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങൾ നേരാക്കുക. അതിനുള്ള ടെക്നിക്ക് അവർക്ക് അറിയാം. അങ്ങനത്തെ കുറെ ആൾക്കാർ ഈ ലോകത്തുണ്ട്, എക്വിപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ സഹായം. ഇപ്പൊ ഡിഡോ അലക്സ് മാം ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്. എന്നെ പോലെ MSc കൗൺസിലിംഗ് ഫാമിലി തെറാപ്പി ഒക്കെ പാസ്സായിട്ട് ഒരു ക്ലിനിക്കൊക്കെ നടത്തുന്ന ആളാണ്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർക്കിത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് നമ്മളെ കുടുംബത്തെ നന്നാക്കി എടുക്കാവുന്നുള്ളൂ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ മറന്നു പോകരുത്.
നമ്മൾ ശാസ്ത്രീയതയും ശാസ്ത്രത്തെയും അവഗണിക്കരുത്. നമ്മുടെ നന്മയ്ക്ക് വഴികള് ഉണ്ട്. കുടുംബത്തിന് വളരെയധികം വില കൽപ്പിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പൊ നമുക്കിതൊക്കെ ചെയ്യാവുന്നുള്ളൂ എന്നുള്ളത്. ഇതാണ് അവസാനത്തെ റീക്യാപ്പ്. ഓക്കെ ആണോ സാർ? ക്ലിയർ ആണോ? കേട്ടില്ല എന്നാലും ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗുഡ് ചോദിക്കാം. ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തെങ്കിലും ആർക്കെങ്കിലും ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. പറഞ്ഞോ മാഡം. പേഴ്സണാലിറ്റിയെ പറ്റി ചെറുതായിട്ടെല്ലാം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് അറിയില്ല. ജസ്റ്റ് ഒന്ന് അറിയാനുള്ളൂ. ഏതായാലും നല്ല ക്ലാസ്, അതിനെപ്പറ്റി വിശദമായിട്ട് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇത് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഒരു ബ്രെയിനിന്റെ പ്രശ്നം കൊണ്ടാണോ അതല്ല ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആവുന്നു? അതോ ഈ പേഴ്സണാലിറ്റിയിൽ എത്തിയവരെ പിന്നെ ശരിയാക്കാൻ പറ്റുമോ? ഓക്കെ, നല്ല ചോദ്യമാണ് മാം ചോദിച്ചത്. ഇതെല്ലാവരും ഈ ശ്രമം എല്ലാവരും നടത്തേണ്ടതാണ്. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു പ്രാഥമിക വിവരം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഭയങ്കര വലിയ കുഴിയിൽ ചാടിപ്പോകും ജീവിതത്തില്. അപ്പോ അറിഞ്ഞിരിക്കണം. അപ്പൊ മാം ചോദിച്ചു വളരെ നല്ല ചോദ്യമാണ്. മാം, ഇതേവരെ ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. മാം പറഞ്ഞ ഒരു കാര്യം അത് ശരി തന്നെയാണ്. പ്രീ ഫ്രോണ്ടൽ ഇതില് ഒരു കുറവ് കണ്ടുണ്ട്. അതുപോലെ വളർത്തിയതില് ഒരുപാട് ആഡംബരത്തോടു കൂടി വളർത്തുക, ഒരുപാട് ശിക്ഷിച്ച് വളർത്തുക, ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണോ ഇതുണ്ടാകുന്നത് എന്നൊക്കെ സംശയങ്ങളുള്ളൂ. ഒരു പരിപൂർണ ഒരു തീർപ്പ് ശാസ്ത്രത്തിന് ഇതേവരെ കിട്ടിയിട്ടില്ല. വളരെ പണ്ട് മുതലേ ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ മാം ചോദിച്ച ചോദ്യം ഇതാണ്, ഇതിന് സൊല്യൂഷൻ ഉണ്ടോ? ഇതേവരെ കണ്ടെത്തിയിട്ടില്ല മാം. ഇതിന്റെ വളരെ വ്യത്യസ്തത രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ കരുതുന്ന രീതി പല ഡിവിഷൻസ് ഉണ്ട്. തിക് സ്കിൻ, തിൻ സ്കിൻ, അതുപോലെ വൾണർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിട്ട്, പിന്നെ എക്സിബിഷനിക്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനുണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള സൊല്യൂഷൻ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇതിന് CBയിലെ ചില സൈക്കോതെറാപ്പി വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നാർസിസിസ്റ്റിനെ മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയില്ല, കുടുംബത്തിനും കഴിയില്ല. നാർസിസ്റ്റിനെ കാരണം അങ്ങനെ ഉള്ള ബുദ്ധിയോട് കൂടിയിട്ട് ഒളിഞ്ഞിട്ട് ആണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യുക. പക്ഷെ ഇരകൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഈ നാർസിസ്റ്റിനെ ചികിത്സിക്കണമെങ്കിൽ ഏതെങ്കിലും ഇര ധൈര്യപൂർവ്വം മുന്നോട്ട് ഇത് മനസ്സിലാക്കണം, ഇവൻ നാർസിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇവള് നാർസിസ്റ്റ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നാർസിസ്റ്റ് ഉണ്ടാവും, നാർസിസ്റ്റിക് ഡിസോർഡർ ഉണ്ടാവും. അതെ. അപ്പോ ഇവള് നാർസിസ്റ്റ് ആണ്, നാർസിസ്റ്റിക് ഡിസോർഡർ ഉണ്ട്, ഇവന് നാർസിസ്റ്റിക് ഡിസോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി, അവയർനെസ് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ എന്നെ ഇരയാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ ലോകം മുഴുവൻ അവനെ അനുകൂലിക്കുന്ന രീതിയിലാണ് അവൻ എന്നെ കൈകാര്യം ചെയ്യുക. അങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുക, അവളെ ചെയ്യുക. അപ്പൊ എനിക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനത് മനസ്സിലാക്കിയിട്ട് ഇതാ ചൂണ്ടിക്കാണിക്കണം, എന്നിട്ട് കറക്റ്റ് ചെയ്യണം. അത് തന്നെയാണ് വഴി. അവനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ അവനെ ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഇത്തരം മോശമായ കാര്യങ്ങളും നെഗറ്റീവായുള്ള കാര്യങ്ങളും പറയുന്നില്ല. കാരണം നാർസിസ്റ്റിക് ഡിസോർഡർ ഒരു സ്പെക്ട്രം ആണെന്ന് ഞാൻ പറഞ്ഞു. നാർസിസിസം എന്ന് പറയുന്നത് അതില് അങ്ങേയറ്റത്തുള്ളവർ മാത്രമേ രോഗമുള്ളൂ. എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ എന്താ പറയുന്നത്, അപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ പേടിക്കാനില്ല. ഈ സ്വഭാവം ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, പേടിക്കാനില്ല. പക്ഷെ റിജിഡ് ആണെങ്കിൽ കുഴപ്പക്കാരൻ തന്നെയാണ് അവൻ ഭയങ്കര കുഴപ്പക്കാരനാണ്. അവനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. അതാണ് തേളുകൾ എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ മാം? ശരിയാണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഒരു വാക്കോടെ ഞാൻ നമ്മളിപ്പോ ഒരു പറഞ്ഞോളൂ മാഡം. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് പുറമേ ഉള്ള വൈകല്യങ്ങളെല്ലാം ഒരാളെ കണ്ടാൽ മനസ്സിലായി, ഇപ്പൊ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും. പക്ഷെ ഇങ്ങനെയുള്ളൊരു മനസ്സ് ഉള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നില്ല.
നമുക്കത് നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനോ ഒളിച്ചോടിപ്പോവാനോ അല്ലെങ്കിൽ ഓടി ഒളിക്കാനുമേ വഴിയുള്ളൂ. അവർ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണെന്നാണ് ഇതുവരെയൊക്കെയുള്ള പഠിത്തങ്ങൾ റിവീൽ ചെയ്യുന്നത്. ഒരുപാടുണ്ട്. നമ്മളെ ഇങ്ങനെ താഴ്ത്തി നമ്മുടെ പേഴ്സണാലിറ്റിയെ വധിച്ച് നമ്മളല്ലാതാക്കുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയോ ഒഴിഞ്ഞു നിൽക്കുകയോ ഓടിപ്പോവുക, അതൊക്കെയാ ഇപ്പോഴത്തെ സൊല്യൂഷൻ ഇപ്പോൾ ഉള്ളതെന്നാണ്. Can I add something about therapy for that? Okay. Therapy for Yes, LED? please go ahead. Welcome, madam. Go ahead, ma'am. Cognitive behavior therapy, CBT, വളരെ effective ആണ്. That will improve the narcissists interpersonal skills. പിന്നെ അത് കൂടാതെ സ്കീമ തെറപ്പി വളരെ ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം അത് ആളിന്റെ ഡീപ്ലി റൂട്ടഡ് പാറ്റേൺസ് അല്ലെങ്കിൽ സ്കീമാസ് ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ടും കോർ ബിലീഫ്സും പിന്നെ കോർ ബിലീഫ്സ് ദാറ്റ് ഡ്രൈവ് നാർസിസ്റ്റിക് ബിഹേവിയർ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ആളിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ MBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലൈസേഷൻ ബേസ്ഡ് തെറപ്പി ഓൾസോ ഇസ് ഫൗണ്ട് ഇഫക്റ്റീവ്. പക്ഷേ അത് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ക്ലയന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓൺ ഓർ അതേഴ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതാണ് ഈ മെന്റലൈസേഷൻ ബേസ്ഡ് തെറപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു നാർസിസിനെ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യം അല്ലെ തെറപ്പിയുടെ ആവശ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് തെറപ്പിയെക്കാളും. You said it rightly, madam. Thank you. അതാണ് അറിയില്ല, പുള്ളിക്ക് അറിയാൻ പറ്റില്ല ഇത്. അതാണ് മറ്റേ ആന്റി ഇവർക്കാണെങ്കിൽ പറ്റുമല്ലേ മാം, BPD-കാർക്കാണെങ്കിൽ അറിയുമല്ലേ കുറച്ച് അല്ലേ? അവരെ കുറച്ചും കൂടി എളുപ്പമുണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷെ നാർസിസിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Because they don't believe that they have a problem. They won't believe. They will not be willing to listen to anybody. അവിടാണ് പറ്റുന്നത്. സെൽഫ് അവയർനെസ് മാഡം ഞാൻ ദിലപ്രസാദാണ്. അവര് ഡ്രമാറ്റിക് ആൻഡ് ഇമോഷണൽ അല്ലേ സാറേ ഇതിന്റെ ക്ലസ്റ്റർ ബിയിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അവര് ഹൂവറിങ് മറ്റു കാര്യങ്ങളൊക്കെ സാറേ ഇപ്പം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ സാറേ, ഈ വലിയൊരു സബ്ജക്റ്റിന് എന്താ പറയുക നക്ഷലായിട്ട് വളരെ ചുരുക്കി നല്ല വിവരാത്മകമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ലൈറ്റിങ്ങിനൊക്കെ പറഞ്ഞ് നമ്മുടെ പുസ്തകം നമ്മുടെ ഹാബിമാവ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്ന എല്ലായിരിക്കും. പക്ഷെ ഈ ഡ്രമാറ്റിക് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരെ തെറാപ്പിക്ക് തന്നെ അവർ വരുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം അനുഭവങ്ങൾ എങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇതിപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒളിച്ചോടുക. രണ്ട് മാർഗങ്ങളാണ് ഇതിന്റെ അകത്ത്. ഫ്ലൈ ആൻഡ് ഫ്ലൈറ്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ സാറേ, ഓക്കെ നന്നായി എടുത്തിരുന്നു സാറേ. ഓക്കെ ഞാനിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ സാർ. എന്തെങ്കിലും സംശയങ്ങൾ? But thank you, sir, for that insightful and meaningful session. And even your slides were very colorful and to the point. You have worked a lot on the slides. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ട്രയാങ്കുലേഷനെ തിരിച്ചറിഞ്ഞ് നല്ല ബൗണ്ടറി സെറ്റ് ചെയ്ത് കുടുംബത്തിലെ തേളുകളെ മനസ്സിലാക്കാനും അവയെ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്നും ഫാമിലി തെറാപ്പിയുടെ ഇമ്പോർട്ടൻസും എല്ലാം സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. And your reflections on triangulation, family therapy were truly enriching. To formally conclude today's webinar, I invite Mr. Paul Padayati sir, the treasurer of PCTA Ernakulam district, and our program coordinator to deliver the vote of thanks. Sir, please. Paul Padayati sir. സാറിനെ കാണാനില്ല. ഞാൻ തന്നെ കൺക്ലൂഡ് ചെയ്തോട്ടെ. Yes, please go ahead and conclude. Yeah. Say a vote of thanks and conclude. Thank you. With that, we come to the end of today's Uravu webinar 121. On behalf of PCTA Ernakulam district, I thank each one of you for your active participation. Have a wonderful evening. Stay connected. Stay strengthened. Thank you. Thank you, sir. Thank you all. Good night. Very good night. ഞാനിങ്ങനെ നോക്കിയിരിക്കുക അടുത്ത
ജോസഫ് സാർ ഓക്കെ, ഗുഡ് നൈറ്റ്. ഔട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ് അപ്പത്. റെക്കോർഡിംഗ് ആ സ്റ്റോപ്പ് ചെയ്തോ? സാറേ ഓക്കെ സോറി, എനിക്ക് അതിന്റെ ഇടയിൽ കുറച്ച് ഗസ്റ്റ് വന്നു കേട്ടോ. സാറിനെ വിളിക്കുന്നൊക്കെ ഞാൻ കേട്ടോ. ഫീഡ്ബാക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? ഓഫ് ചെയ്തിട്ടോ. ഓക്കെ, നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? എന്തായിരുന്നു ഞാൻ ഇതൊന്ന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇറ്റ് വാസ് വെരി ഗുഡ് സർ. റെക്കോർഡിംഗ് very സ്റ്റോപ്പ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്.